പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹാർദമായ സ്വാഗതം. രോഗത്തിന് ചികിത്സ വേണം. ചികിത്സ പലതരമുണ്ട്. ബയോളജിക്കലായ ശരീരത്തിലേക്ക് കെമിക്കൽ തന്നെ ഇട്ടുകൊടുത്ത് ചികിത്സിക്കുന്ന ചികിത്സാ സമ്പ്രദായമുണ്ട്. ബയോളജിക്കലായ സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് രോഗമാറ്റത്തിന് സഹായിക്കുന്ന ചികിത്സകളുണ്ട്. ബയോളജിക്കലാണെങ്കിൽ തന്നെയും ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന ബയോളജിക്കൽ സാധനങ്ങളുണ്ട്. അവയും കുറച്ചൊക്കെ ഉപയോഗിക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. പിന്നെ ബയോളജിക്കലും അല്ലാത്തതൊക്കെ ഇങ്ങനെ നേർപ്പിച്ച് അതിൻ്റെ പ്രാണാംശത്തിലേക്കെത്തി അങ്ങനെ ഉപയോഗിച്ച് ചികിത്സിക്കുന്നവരുണ്ട്. ചെറിയ സൂചികൾ കുത്തി ചില ഭാഗങ്ങളിലെ മർമ്മഭാഗങ്ങളിൽ പിടിച്ച് ഇങ്ങനെയായി നിരവധി തരത്തിലുള്ള ചികിത്സാ രീതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, രോഗം വന്നാൽ മരുന്ന് വാങ്ങണം, രോഗത്തിന് മരുന്ന്, ചികിത്സ. അത് കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അലോപ്പതിയിലേക്കാണ് പോകുന്നത്. കാരണം സർക്കാർ പ്രോത്സാഹിപ്പിച്ചു, പാഠപുസ്തകങ്ങളിൽ വന്നു, ശാസ്ത്രീയമാണ് എന്ന ഒരു ഭയങ്കരമായ നെറ്റിപ്പട്ടം അതിൻ്റെ പുറത്തുണ്ട്. വിദ്യാസമ്പന്നര്, ധനസമ്പന്നര്, ശാസ്ത്രജ്ഞന്മാർ, ഭരണാധികാരികൾ, അങ്ങനെ എല്ലാവരും അങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത് എന്നൊരു ധാരണയുണ്ട്. അങ്ങനെ രോഗത്തിൻ്റെ ചികിത്സ. പക്ഷേ എത്ര പേർക്ക് യഥാർത്ഥത്തിൽ രോഗം മാറി സുഖമാകുന്നുണ്ട്? ജലദോഷത്തിന് മരുന്ന് കഴിച്ച് ജലദോഷം മാറും, തീർച്ചയായും മാറും. അത്ഭുതകരമായ മരുന്നാണ്. അത് എന്തൊരു കാപട്യമാണ് എന്നുള്ള എൻ്റെ ചോദ്യം അവിടെ ഇരിക്കട്ടെ. ജലദോഷം മാറും. പക്ഷേ 1 കൊല്ലം കഴിഞ്ഞോ 2 കൊല്ലം കഴിഞ്ഞോ വരുന്ന ചുമ, അത് വേറെ രോഗമാണ് എന്നാണ് ഒരാൾ കരുതുക. അപ്പോൾ അയാൾ ചുമയ്ക്ക് മരുന്നിന് പോകും. ഈ ജലദോഷത്തിന് മരുന്ന് കഴിച്ച് കഫമുള്ളിൽ കെട്ടിക്കിടക്കാനിടയായത്, ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കാനിടയായതിനെ തള്ളിക്കളയാനാണ് ചുമ വരുന്നത് എന്ന മോഡേൺ മെഡിക്കൽ സയൻസ്, അതാണ് സയൻസ്. അല്ലാതെ ആ ചുമയ്ക്ക് മരുന്ന് കൊടുത്ത് ആ ചുമയെയും അടിച്ചമർത്തുന്നതല്ല സയൻസ്. മോഡേൺ മെഡിക്കൽ സയൻസ് ചുമയും തുമ്മലുമെല്ലാം ശ്വാസകോശം ശുദ്ധീകരിക്കാനുള്ള ശരീരത്തിൻ്റെ പരിശ്രമമാണ്. 40 കിലോമീറ്റർ വേഗതയിലാണ് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അഴുക്കുകൾ തെറിച്ചു പോകുന്നത്. ഇതൊക്കെയാണ് മോഡേൺ മെഡിക്കൽ സയൻസ്. സംശയമുള്ളവരുണ്ടെങ്കിൽ പ്രസ്കോട്ടിൻ്റെ മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തൊന്ന് വായിച്ച് പഠിച്ചു നോക്കുക. എന്നെ ചീത്ത പറയുന്ന ഡോക്ടർമാരും ഞാൻ ശാസ്ത്രീയമായിട്ടല്ല സംസാരിക്കുന്നത് എന്ന് പറയുന്ന ഡോക്ടർമാരും പ്രസ്കോട്ടിൻ്റെ മൈക്രോബയോളജി ടെക്സ്റ്റ് എടുത്തിട്ട് അതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ചുമയ്ക്ക് മരുന്ന് കഴിച്ച്, ഒരു ചുമ വേറൊരു രോഗമായിട്ടാണ് കരുതുന്നത്. ചുമയ്ക്ക് മരുന്ന് കഴിച്ച് ചുമ മാറും. എങ്ങോട്ടാ മാറുക? കഫം ഉള്ളിൽ തന്നെ കിടക്കും. ശ്വാസകോശത്തെ എല്ലാം സംരക്ഷിക്കാൻ കഫം പതുക്കെ സൈനസിലും പല ഭാഗത്ത് എവിടെയെല്ലാം ഒഴിഞ്ഞ ഭാഗങ്ങളുണ്ടോ അവിടെയെല്ലാം കൊണ്ടുപോയി നിക്ഷേപിക്കുന്നൊരവസ്ഥ വരും. വിൻ പൈപ്പിൽ, എയർ പൈപ്പിലെല്ലാം കഫം ഇങ്ങനെ കഫപാളികൾ കെട്ടിക്കിടക്കും. ആകെ കൂടെ അസ്വസ്ഥതയാകും. ചുമ മാറി, പക്ഷെ കഫം പോയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞ്, വർഷങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ തണുപ്പ് വരുന്ന സമയത്ത് ശ്വാസകോശങ്ങളൊന്ന് ചുരുങ്ങുമല്ലോ, ശ്വാസനാളിയും ചുരുങ്ങുമല്ലോ. അപ്പോൾ ശ്വാസം എടുക്കാൻ ഒരു തടസ്സം, പ്രയാസം, ആഞ്ഞു വലിക്കേണ്ടതായി വരും. അപ്പോഴും പോകും ആശുപത്രിയിൽ. അപ്പോൾ അത് ആസ്തമ എന്നാണ് പേര് കിട്ടുക. അതിന് ചികിത്സ വേണ്ടേ? അതിനെന്താ ചികിത്സ? ആസ്തമ വരുമ്പോഴൊക്കെ ഈ ഇൻഹേലർ എടുക്കുക, നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. ആസ്തമ വരുമ്പോഴൊക്കെ ഇൻഹേലർ എടുത്താൽ മതി. പക്ഷേ കുറേശ്ശെ ഡോസ് കൂട്ടിക്കൊണ്ടുവരേണ്ടി വരും. കുറേ കഴിയുമ്പോൾ ഹെവി ഡോസിലും ശ്വാസം മുട്ട് നിൽക്കാതെ വരും, മരുന്ന് ഫലിക്കാതെ വരും.
ദുരിതം സഹിച്ചുള്ളൊരു മരണത്തിലേക്ക് നീങ്ങേണ്ടതായി വരും. അതിനിടയിൽ ഓരോ പ്രാവശ്യവും ഇൻഹേലർ എടുത്ത് ആസ്തമ മാറും, പിന്നെ ചില മരുന്നും കൂടെ കൊടുക്കും, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് അടക്കി വയ്ക്കാൻ പറ്റും. പിന്നെ ത്വക്ക് രോഗങ്ങൾ വരും. ഈ ആസ്തമ മാറിയത് കൊണ്ട്, ജലദോഷം മാറ്റിയത് കൊണ്ടാണ് ചുമ വന്നത്, ചുമ മാറിയാണ് ആസ്തമ വന്നത്. ആസ്തമയുടെ ചികിത്സയുടെ ഇടയിലാണ് ത്വക്ക് രോഗങ്ങൾ വരുന്നത്. ത്വക്ക് രോഗങ്ങൾക്ക് ചികിത്സിക്കുമ്പോൾ ആസ്തമ കൂടും, ആസ്തമയ്ക്ക് ചികിത്സിക്കുമ്പോൾ ത്വക്ക് രോഗം കൂടും. പിന്നെ ഈ മരുന്നുകളെല്ലാം കൂടെ കരളിന് കേടുവരുത്തും, വൃക്കയ്ക്ക് കേടുവരുത്തും, ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കും, ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാക്കും, BP കൂട്ടും, പ്രമേഹം ഉണ്ടാക്കും. ഇത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ആളുകളുടെ വിചാരം രോഗം വന്നാൽ മരുന്നിന് പോകണമെന്നുള്ള അന്ധവിശ്വാസം ഒന്ന്. രോഗം വന്നാൽ രോഗത്തിൻ്റെ കാരണം മാറ്റലാണ് ആദ്യത്തെ നടപടി ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചികിത്സയോടൊപ്പമെങ്കിലും ആ കാരണം മാറ്റുന്ന വിവേകം നിങ്ങൾ കാണിക്കണം. പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഷുഗർ കുറയാനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ള അത് വിഡ്ഢിത്തമാണ് എന്ന് ഞാൻ പറയും. പോട്ടെ, നിങ്ങൾ ഷുഗർ കുറയാൻ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ പാൻക്രിയാസ് നന്നാക്കി എടുത്തില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഇന്നത്തെ ഈ പ്രമേഹ ചികിത്സ കൊണ്ട് രോഗി ഗതികേടിലാകുന്നതല്ലാതെ, ഡോക്ടർമാർ നന്നാകുന്നതല്ലാതെ, അതുപോലുള്ള മണ്ടത്തരങ്ങൾ ചികിത്സയുടെ പേരിൽ ഇനിയും നിങ്ങൾ തുടരരുത്. രോഗത്തിൻ്റെ കാരണം കൂടെ മാറ്റാനുള്ള നടപടികൾ വേണം. അതാകട്ടെ ബയോളജിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. നേച്ചർ ലൈഫ് TV സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.